ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഔട്ടിംഗ് ഡേ വ്ളോഗാണ്. അപ്പം നോക്കാം. അപ്പം ഞാൻ ഇന്ന് ഇട്ടിരുന്നത് വേറെ ചെയ്തത് ഒരു കാർഡിഗനാണ്. അപ്പം ഈ വെയിലത്ത് കാർഡിഗൻ്റെ ആവശ്യമില്ല, പിന്നെ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടയാണ്. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ കാഷ്വൽ വെയർ ആണ്. സോ യാ, അപ്പം ഞാനും ഷാദും റെഡിയായി രാവിലെ തന്നെ. അപ്പം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് അവിടെ നിന്നാണ് ബസ് പോയത്. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഭയങ്കര ഇടിച്ച് തള്ളിയാണ് പോയത്. അപ്പം ഞങ്ങളിപ്പം തൃച്ചിയിലോട്ട് പോവാണ് ബസ്സിലിരിക്കുക. അപ്പം നല്ല ചൂട്. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഷാദു എന്തോ വിയർത്തൊലിക്കുന്നു, ഭയങ്കര ചൂടാണ്. അതുപോലെ ഞാൻ ഈ ഒരു കാർഡിഗൻ ഇട്ടേക്കുന്നത്. ആക്ച്വലി ഇത് വന്ന് ഇത് ട്രാൻസ്പെറന്റ്, അതുകൊണ്ട് ഞാൻ ഇട്ടേ. പക്ഷെ നല്ല ചൂടുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ബസ്സിലൊരു അടിപൊളി കൊച്ചിനെ കണ്ട് ആരെപ്പോൾ ഇരിക്കുന്നറിയോ? ഞാനും ഷാദുവും കൂടി തൃച്ചിയിൽ ഒരു തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിപ്പം പോകാൻ പോണത് ബർഗർ ലോഞ്ചിലാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ഓക്കെ. അത്യാവശ്യം നല്ലൊരു വെയിലുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബർഗർ ലോഞ്ച് എത്തി. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ബർഗർ ലോഞ്ചിലാണ്. അപ്പം ബർഗർ ലോഞ്ച് ഞങ്ങളിപ്പോൾ വന്നപ്പോഴത്തേനും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ലൈക്ക് ഞാനും ഷാദും ഭയങ്കര ടയേർഡായി. അതാ പറഞ്ഞു, ടയേർഡായിട്ട് വന്നിട്ട് ബർഗർ ലോഞ്ച്, തൃച്ചിൻ്റെ ബർഗർ ലോഞ്ച് ആയിട്ട് ഷാദു. അതെ, ഷാദിന് വ്ളോഗിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയല്ലേ പേടി മാറുന്നത് ഗൈസ്. അങ്ങനെ ഷാദു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഇതാണ് ബർഗർ ലോഞ്ച്. എനിക്ക് 48 ആയിരുന്നു നമ്പർ. അപ്പം ബർഗറും ഷേക്കും നമ്മൾ ലോഡഡ് ഫ്രൈസും കുറച്ച് മെനൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ ഷേക്ക് എനിക്ക് നന്നായി ഇഷ്ടമായി. പിന്നെ ഷാദു ഒരു ക്യാപ്പച്ചീനോയുടെ പോലത്തെ സാധനം ഓർഡർ ചെയ്തത്, അപ്പോൾ അതും നല്ലതായിരുന്നു. എനിക്ക് ബെറി ഷേക്കാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹോസ്റ്റൽ സ്റ്റുഡൻസിൻ്റെ രോഗം. ഇതിനൊക്കെ ഒരു ശാസ്ത്രീയതയുണ്ട്. ഞാൻ ബർഗർ കഴിക്കുന്ന കണ്ടിട്ട് എല്ലാവരും പേടിക്കരുത് ഗൈസ്, ഇത് ജസ്റ്റ് അഭിനയമാണ്. നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ടിരുന്നപ്പം ഷാദു ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ പോണത് മറ്റേ ചോക്ലേറ്റിന് എന്തോ ഒരു മോസ്കപ്പ് അങ്ങനത്തെ സാധനം. അപ്പോൾ കഴിച്ചു നോക്കാം. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് അതത്ര ഇഷ്ടമായിട്ടില്ല. കുറച്ച് എന്താ പറയുക, ബിറ്റർ ടേസ്റ്റ് ആയിരുന്നു. സോ 5.5. അടുത്ത കഴിക്കാൻ പോണത് ഒരു എന്തോ ഒരു സ്വീറ്റ് എന്ന് പറഞ്ഞ സംഭവമാണല്ലോ. കാണാനൊക്കെ നല്ലൊരു ഐസ്ക്രീം. ആക്ച്വലി അത് സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഐസ്ക്രീം, ഞാനൊരു ഐസ്ക്രീം ലവറാണ് പേഴ്സണലി. കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഷാദുവിന് കുറച്ച് സ്നേഹമൊക്കെ വന്നപ്പോൾ ഷാദുവിൻ്റെ സ്നേഹപ്രകടനം കാണുന്നത് ഗൈസ്. ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് സർവീസ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഞാൻ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞൊരു ഫാൻസിനെ കണ്ടു, സന്തോഷം. പിന്നെ തിരിച്ച് വരുന്നവർ ഈ ഒരു അപ്പൂപ്പനെ ഒന്ന് നോട്ടീസ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ പോയത് വെസ്റ്റ് സൈഡിലായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വെസ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഇത് ഈ കാണുന്നതാണ് എൻ്റെ സെൽഫ് ലവ്. ഇപ്പോൾ കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്, ദാറ്റ്സ് നോർമൽ. പിന്നെ ഉമ്മർക്കാക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് റീൽസ് ചെയ്തു ഗൈസ്. പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കി ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് എനിക്ക് ആക്സസറീസും കാര്യങ്ങളും കുറച്ച് വാങ്ങിച്ചു. വെസ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ട്രെൻഡിങ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളിതേ പോകാൻ പോണു. ലിഫ്റ്റിലാണ്. പിന്നെ ഇത് ഒരു കുട്ടിയെ കണ്ടു, ഒരു കൊച്ചു കുട്ടി. അവൾ ഭയങ്കര അവളല്ല അവനാട്ടോ, ഭയങ്കര നല്ല സ്നേഹമുള്ളൊരു കൊച്ചായിരുന്നു. അത് നമുക്ക് ലേസൊക്കെ തന്നു. സോ സ്വീറ്റ്. താങ്ക് യു. ലാസ്റ്റ് പെരമ്പള്ളൂർ എത്തി നമ്മൾ ബസ് സ്റ്റോപ്പ്.
ഭയങ്കര ചൂടും വെയിലുമായിരുന്നു. എൻ്റെ മുഖവും എൻ്റെ മുടിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാം ഞങ്ങൾ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ദാഹം. സോ ഞങ്ങളൊരു നമ്മളുടെ എന്തില്ലെങ്കിലും നാരങ്ങാ സോഡ ഉപ്പിട്ട ഇല്ലാതെ ഒരു എൻഡിങ് ഇല്ല. അതുകൊണ്ട് നാരങ്ങാ സോഡ ഉപ്പിട്ടേ പറഞ്ഞേക്കുന്നു. അപ്പം അത് ഒരു ചേച്ചി റെഡിയാക്കുന്നത്. പക്ഷെ അതും ഭയങ്കര ടയേർഡായിട്ടിരിക്കും. സത്യം പറയല്ലേ, ഈ നാരങ്ങ സോഡ ഉപ്പിട്ട് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ലോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി എങ്ങനത്തെ വ്ലോഗാണ് വേണ്ടതെന്ന് കമൻസും കൂടെ ചെയ്തു. ബൈ.